കണ്ണു തുറക്കാത്ത സർക്കാരിന് മുന്നിൽ തലമുണ്ടനം ചെയ്തും മുടിമുറിച്ചും ആശമാർ. 50-ാം ദിവസവും വീര്യം ചോരാതെ ജീവിത സമരം. നിരാഹാരം 12-ാം ദിവസം. ഇനി കഴുത്തറുത്ത് പ്രതിഷേധിക്കുമെന്ന് ആശമാർ. പ്രതീക്ഷിക്കാൻ പറ്റൂല. പൃഥ്വിരാജ് ദേശവിരുദ്ധനെന്ന് ആവർത്തിച്ച RSS. സേവ് ലക്ഷദ്വീപ് ക്യാമ്പയിന് പിന്നിൽ പ്രവർത്തിക്കുകയും ഹിന്ദുക്കളുടെയും ക്രൈസ്തവരുടെയും വിഷയങ്ങളിൽ മൗനം പാലിക്കുകയും ചെയ്തെന്ന് ഓർഗനൈസറിൽ വിമർശനം. പൃഥ്വിരാജിനെതിരായ ആക്രമണം ചെറുക്കുമെന്ന് മല്ലിക സുകുമാരൻ. മോഹൻലാൽ ഖേദം പ്രകടിപ്പിച്ചിട്ടും മൗനം തുടർന്ന് പൃഥ്വിരാജ്. വഖഫ് ഭേദഗതി ബിൽ കേരളത്തിലെ MP-മാർ പിന്തുണയ്ക്കുമെന്ന KCBC നിലപാട് സ്വാഗതം ചെയ്ത് കേന്ദ്രമന്ത്രിമാർ. ബില്ലിന് അനുകൂലമായി വോട്ട് ചെയ്യണമെന്ന KCBC വാർത്താക്കുറിപ്പ് പങ്കുവെച്ച് കിരൺ റിജിജു. അന്യായവും ഭരണഘടനാ വിരുദ്ധവുമായ നിയമത്തിനെതിരായ ആഹ്വാനമെന്ന് നിർമ്മല സീതാരാമൻ. വഖഫ് ബിൽ മതസ്വാതന്ത്ര്യത്തിനെതിരായ നീക്കമെന്ന് പാളയം ഇമാം. വീണ്ടും കേന്ദ്രത്തെ പുകഴ്ത്തി ശശി തരൂർ. കോവിഡ് കാലത്ത് വാക്സിൻ കയറ്റുമതിയിലൂടെ രാജ്യത്തിന്റെ ആഗോള പ്രതിച്ഛായ ഉയർന്നെന്ന് തരൂർ. മോദിയുടെ വാക്സിൻ മൈത്രി പദ്ധതിയിലൂടെ സമ്പന്ന രാജ്യങ്ങൾക്ക് പോലും സാധിക്കാത്തതാണ് ഇന്ത്യ ചെയ്തതെന്നും തരൂർ. ചെറിയ പെരുന്നാൾ ആഘോഷത്തിൽ വിശ്വാസികൾ. ലഹരിക്കെതിരെ പോരാടാൻ പെരുന്നാൾ ആഹ്വാനം. ഏറ്റവും പ്രധാനപ്പെട്ട ഉത്ബോധനം എല്ലാ പള്ളികളിലും ലഹരിക്കെതിരെയുള്ള പോരാട്ടമായിരിക്കും. ഗ്രാൻഡ് മസ്ജിദിലെ നിസ്കാരവും പ്രഭാഷണത്തിനും ശേഷം ജനനിര എന്നൊരു പ്രോഗ്രാം ഇവിടെ സംഘടിപ്പിക്കുന്നുണ്ട്. ഇന്ത്യക്ക് പുറമെ ഒമാനിലും പെരുന്നാൾ. ക്ഷേത്രോത്സവങ്ങളിൽ കൊലയാളികൾക്ക് ആദരവുമായി CPM. സൂരജ് വധക്കേസിലെ കുറ്റവാളികളുടെ ചിത്രങ്ങൾ ഉയർത്തിയത് കണ്ണൂർ പറമ്പയിൽ ക്ഷേത്രത്തിലെ കലശഘോഷയാത്രയിൽ. ഡാൻസും മുദ്രാവാക്യവുമായി ഉത്സവം കൊലയാളികൾക്കുള്ള പിന്തുണയായി. തലമുണ്ടനം ചെയ്തും മുടിമുറിച്ചും പ്രതിഷേധിച്ചു ആശാപ്രവർത്തകർ. വേണ്ടി വന്നാൽ ജീവൻ കളയാനും തയ്യാറാണെന്നും സമരം കൂടുതൽ ശക്തമാക്കുമെന്നുമാണ് ആശമാരുടെ മുന്നറിയിപ്പ്. രാപകൽ സമരം 50-ാം ദിവസത്തിൽ കടന്നതിന് പിന്നാലെയായിരുന്നു തലമുണ്ടനം ചെയ്തും മുടിമുറിച്ചുമുള്ള പ്രതിഷേധം. നിരവധി സമരങ്ങൾക്ക് സാക്ഷിയായ സെക്രട്ടേറിയറ്റ് മുൻവശം ഇന്ന് കണ്ടത് അസാധാരണവും അതിവൈകാരികവുമായ സമരരൂപം. ആദ്യം അഴിച്ചിട്ട മുടിയുമായി ആശമാരുടെ പ്രകടനം. പിന്നെ ഒരു കൂട്ടം സ്ത്രീകൾ ഒന്നിച്ച് മുടിമുറിച്ചു. ചിലർ തലമുണ്ടനം ചെയ്തു. കണ്ണീരുമായി സർക്കാരിനെതിരെ ശാപവർഷം. മുടി മാത്രമല്ല, ജീവനും ത്യജിക്കാൻ തയ്യാറെന്ന ഭീഷണി. അതിന് കൂലി ചോദിച്ചതുകൊണ്ടായി ഇത്രയും മാത്രം ഗതികെട്ട് വയ്പ്പിക്കാൻ പറ്റത്. ഇനി ഇതിന് നിൽക്കില്ല. ഇനി ഇതിനൊരു തീരുമാനം എടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇതിൽ നിൽക്കില്ല. ഇനി ഞങ്ങൾ എന്താണ് ചെയ്യണമെന്ന് ആർക്കും നിങ്ങൾക്ക് പോലും പ്രതീക്ഷിക്കാൻ പറ്റൂല. ആ രീതിയിൽ ഞങ്ങൾ ചെയ്യും. ഇത് ഉറപ്പാണ്. ഇതെന്റെ തലയിൽ അടിച്ചു പറയണം. ഇത് സത്യം. ഞങ്ങൾ ഇനി എന്താണ് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് തന്നെ അറിയില്ല. ഞങ്ങൾ ചെയ്യും. ഇതിനൊരു തീരുമാനം എടുത്തില്ലെങ്കിൽ ചെയ്യും. സത്യമായിട്ടും ചെയ്യും. അവധി ദിനത്തിലും സമരപ്പന്തലിലെ പങ്കാളിത്തത്തിന് കുറവില്ല. വൈദികരും രാഷ്ട്രീയ നേതാക്കളുമൊക്കെ പിന്തുണയുമായി ഇന്നും സമരപ്പന്തലിലെത്തി. കഴിഞ്ഞ 3 തവണ ഈ സമരപ്പന്തലിൽ വന്നപ്പോൾ ഉണ്ടായിരുന്നതിനേക്കാൾ വളരെ തീവ്രമായൊരു വികാരമാണ്
തീർച്ചയായിട്ടും ഇന്നിപ്പോൾ ഇവിടെ വരുമ്പോൾ കാണാൻ സാധിക്കുന്നത്. മനസാക്ഷിയുള്ള ആർക്കും ഇന്നത്തെ ഈ ദിവസം ഇവരുടെ കൂടെ വരാനും അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാനും ചെയ്തേ മതിയാവൂ എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. ന്യൂസ് 18 തിരുവനന്തപുരം. സെക്രട്ടേറിയറ്റിന് മുന്നിൽ മുടി മുറിച്ച് പ്രതിഷേധിക്കുന്ന ആശമാർക്ക് പിന്തുണയുമായി ആലപ്പുഴയിലും ആശമാരുടെ ഐക്യദാർഢ്യം. തലവടി പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന് മുന്നിലാണ് മുടി മുറിച്ച് ആശമാർ പ്രതിഷേധിച്ചത്. ആശ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ തലവടി യൂണിറ്റിന്റെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. ജീവിത സമരം 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 ജീവിത സമരം ആശമാരുടെ ജീവിത സമരം ആശമാരുടെ ജീവിത സമരം അധികാരികളെ എമ്പുരാൻ സിനിമയുടെ മുറിച്ചുമാറ്റിയ പുതിയ പതിപ്പ് ഇന്ന് വൈകിട്ടോ നാളെയോ തിയേറ്ററുകളിലെത്തും. ആദ്യ ഭാഗത്തെ 3 മിനിറ്റ് ഭാഗമാണ് ചിത്രത്തിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നത്. വിവാദ ഭാഗങ്ങൾ ഒഴിവാക്കിയ സിനിമയ്ക്ക് ഇന്നലെ കേന്ദ്ര സെൻസർ ബോർഡ് അനുമതിയും നൽകിയിട്ടുണ്ട്. വിവാദങ്ങൾക്കിടയിലും ചിത്രം ബോക്സ് ഓഫീസിൽ ഇപ്പോഴും കുതിക്കുകയാണ്. എമ്പുരാൻ സിനിമയ്ക്കെതിരെ നടക്കുന്ന നീക്കങ്ങളിൽ രാഷ്ട്രീയ രംഗത്തുള്ളവർ പ്രതിഷേധമുയർത്തിയിട്ടും സിനിമാ രംഗത്തെ സംഘടനകൾ ആരും ഇതുവരെ അഭിപ്രായവുമായി രംഗത്തെത്തിയിട്ടില്ല. സിനിമയ്ക്ക് തിരക്കഥയൊരുക്കിയ മുരളി ഗോപി പ്രതികരിക്കാൻ ഇല്ലെന്ന നിലപാടിലാണ്. കൂടുതൽ വിവരങ്ങളുമായി നവമി ദിനേശ് ചേരുകയാണ്. നവമി, ഏറ്റവും പുതിയ വിവരമനുസരിച്ച് നാളെ മുതൽ റീ എഡിറ്റഡ് എമ്പുരാൻ ആയിരിക്കും തിയേറ്ററുകളിൽ എത്തുക എന്നാണല്ലോ. ഇന്ന് എന്തെല്ലാം പ്രതികരണങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ വിഷയത്തിൽ? മഞ്ജുഷ, എന്തായാലും വിവാദങ്ങൾക്കിടയിലും എമ്പുരാൻ ഹൌസ്ഫുള്ളായിട്ട് പ്രദർശനം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ടിക്കറ്റ് കിട്ടാൻ ഇപ്പോഴുമില്ല. ഈ റീ എഡിറ്റഡ് വേർഷൻ എത്തുന്നതിന് മുൻപ് തന്നെ എന്താണ് ഈ സിനിമയിൽ പറയുന്നത്, എന്താണ് ഇത്ര വിവാദത്തിന് കാരണമെന്ന് അറിയാനുള്ള മലയാളികളുടെ അല്ലെങ്കിൽ പ്രേക്ഷകരുടെ ആകാംക്ഷ വർദ്ധിച്ചു വരികയാണ്. അതുകൊണ്ട് തന്നെ എങ്ങും ടിക്കറ്റ് കിട്ടാനില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ബുക്ക് മൈ ഷോയിലൊക്കെ ആളുകൾ ടിക്കറ്റ് കിട്ടാൻ നാളെ ഇപ്പോൾ റീ എഡിറ്റഡ് വേർഷൻ വരികയാണെങ്കിൽ അതിനു മുൻപ് കാണണമല്ലോ എന്നുള്ളൊരു തീരുമാനത്തിൽ തന്നെയാണ്. എന്തായാലും സിനിമയെ സംബന്ധിച്ച് അത് വലിയൊരു വിജയമായി തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. 2 ദിവസം കൊണ്ട് 100 കോടി ക്ലബിൽ കയറുക എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല. അണിയറ പ്രവർത്തകർ ആദ്യം എന്താണോ പങ്കുവെച്ചത്, അതായത് ഇത് വലിയൊരു സിനിമയാണ്, ഒരു ഇന്റർനാഷണൽ ലെവലിൽ എടുത്ത ഒരു മലയാളത്തിന് തന്നെ അഭിമാനമാകുന്ന ഒരു സിനിമയാണെന്ന തരത്തിലായിരുന്നു പ്രമോഷന്റെ ഭാഗമായിട്ട് അണിയറ പ്രവർത്തകർ പറഞ്ഞത്. ആ രീതിയിൽ സിനിമ വലിയ തരംഗം തന്നെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. പക്ഷെ അതിനിടയിൽ വന്ന വിവാദങ്ങളിലാണ് ചെറുതായിട്ടെങ്കിലും ഈ അണിയറ പ്രവർത്തകർക്ക് ഉൾപ്പെടെ മാപ്പ് പറയേണ്ട അല്ലെങ്കിൽ ഒരു ഖേദം പ്രകടിപ്പിക്കേണ്ട അവസ്ഥയിലേക്ക് വരികയും ചെയ്തത്. എന്തായാലും ഈ വിവാദങ്ങൾ സിനിമയെ സംബന്ധിച്ച്, സിനിമയുടെ നിർമ്മാതാക്കളെ സംബന്ധിച്ച് വലിയ ലാഭം തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇന്ന് വൈകിട്ട് അല്ലെങ്കിൽ നാളെയോടുകൂടി തന്നെ എമ്പുരാന്റെ റീ എഡിറ്റഡ് വേർഷൻ തിയേറ്ററുകളിലെത്തും. 3 മിനിറ്റാണ് കട്ട് ചെയ്ത് കളഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം അതിലെ വില്ലൻ ബാബ ബജ്രംഗിന്റെ പേരും മ്യൂട്ട് ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതിൽ ഗർഭിണിയായിട്ടുള്ള ഒരു യുവതിയെ ബലാത്സംഗം ചെയ്യുന്നൊരു ദൃശ്യമുണ്ട്. അത് കട്ട് ചെയ്ത് കളഞ്ഞു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ആദ്യത്തെ 45 മിനിറ്റാണ് ഈ പറയുന്ന വിവാദമായിട്ടുള്ള ചില രംഗങ്ങളും പരാമർശങ്ങളും ഒക്കെ ഉള്ളത്. അതിൽ 30 മിനിറ്റോളം സെൻസർ ചെയ്ത് കളയണമെന്നായിരുന്നു ആവശ്യം. പക്ഷെ അത് അണിയറ പ്രവർത്തകരുമായി നടത്തിയ ചർച്ചയിലാണ്. അത് അത്രയേറെ കട്ട് ചെയ്ത് കളഞ്ഞാൽ പിന്നെ ഈ സിനിമ പ്രദർശിപ്പിക്കുന്നത് കൊണ്ട് അർത്ഥമുണ്ടാകില്ല. അതുകൊണ്ട് തന്നെ പ്രധാനപ്പെട്ട 3 മിനിറ്റ് കളയുന്നു, ഒപ്പം ചില ഭാഗങ്ങൾ മ്യൂട്ട് ചെയ്യുന്നു. ആ രീതിയിലാണ് സിനിമ നാളെ മുതൽ റിലീസിനെത്തുന്നത്. ഇനിയിപ്പോൾ അതിന്റെ കളറിങ്ങും ബാക്കിയുള്ള എഡിറ്റിംഗ് ടെക്നിക്കൽ സാങ്കേതികപരമായിട്ടുള്ള കാര്യങ്ങളാണ് നടക്കുന്നത്. അതിന്റെ ഒരു തടസ്സം മാറിക്കിട്ടിയാൽ നാളെ മുതൽ തന്നെ, ഇന്ന് വൈകിട്ടോ അല്ലെങ്കിൽ നാളെ മുതൽ തന്നെ സിനിമ പ്രദർശനത്തിന് എത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും മോഹൻലാലിന്റെ ഒരു ഖേദപ്രകടനം ഇന്നലെ വന്നിരുന്നു. ഇതിന്റെ തിരക്കഥാകൃത്തായിട്ടുള്ള മുരളി ഗോപി ഇപ്പോഴും പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. ആ പോസ്റ്റ് പോലും, മോഹൻലാലിന്റെ പോസ്റ്റ് പോലും ഷെയർ ചെയ്തിട്ടില്ല. ഇന്നലെ പൃഥ്വിരാജും ആന്റണി പെരുമ്പാവൂരൊക്കെ അത് ഷെയർ ചെയ്തിരുന്നു. മുരളി ഗോപിയുടെ ഭാഗത്തു നിന്നും അത്തരത്തിലുള്ള ഒരു പ്രതികരണം പോലും ഉണ്ടായിട്ടില്ല. എന്താണ് ഇനി തുടർന്നുള്ള നിലപാടെന്ന് നമുക്ക് വരും മണിക്കൂറിൽ അറിയാൻ സാധിക്കും. അതോടൊപ്പം തന്നെയാണ് ഈ സിനിമയ്ക്ക് പിന്തുണയ്ക്കുന്നതോ അല്ലെങ്കിൽ അവരുടെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം പറഞ്ഞുകൊണ്ട് ഒരു താരസംഘടന ആയിക്കോട്ടെ, മറ്റ് താരങ്ങളായിക്കോട്ടെ, ഇപ്പോൾ മമ്മൂട്ടി അടക്കമുള്ളവരൊക്കെ എന്താണ് നിലപാടെന്ന് അറിയാൻ വേണ്ടി പ്രേക്ഷകർ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. പക്ഷെ അവരാരും തന്നെ വിഷയത്തിൽ പ്രതികരിച്ചിട്ടില്ല. ഈ സിനിമാ സംഘടന, സംവിധായകരുടെ സംഘടനകൾ പോലും, ഫെഫ്ക പോലും ഇതിലൊരു പ്രതികരണവുമായി രംഗത്തെത്തിയിട്ടില്ല. ബി ഉണ്ണികൃഷ്ണൻ അടക്കം ഈ സിനിമ ഇറങ്ങുന്നതിന് മുൻപ് വലിയ പ്രതീക്ഷ പങ്കുവച്ച വ്യക്തികളാണ്. പക്ഷേ അവർക്കൊക്കെ ചിലപ്പോൾ ഭയപ്പാടുണ്ടാകും, ഇത് ഏതെങ്കിലും തരത്തിൽ അവർ പ്രതികരണം നടത്തി
നടത്തിക്കഴിഞ്ഞാൽ പിന്നീട് അവരിലേക്കും ഇത്തരത്തിലുള്ള വിവാദങ്ങൾ ചൂണ്ടുമോ, അല്ലെങ്കിൽ അവരൊക്കെ വിവാദങ്ങൾക്ക് ഇരയാകേണ്ടി വരുമോ എന്നൊരു ഭയം കൊണ്ടായിരിക്കും അവരാരും പ്രതികരിക്കാത്തത്. ശരി, നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും നാളെ മുതൽ പുതിയ എമ്പുരാനായിരിക്കും തിയേറ്ററുകളിൽ എത്തുക. അതേസമയത്ത് പൃഥ്വിരാജിനെതിരെ വീണ്ടും വിമർശനം ഉന്നയിക്കുകയാണ് RSS മുഖപത്രമായ ഓർഗനൈസർ. പൃഥ്വിരാജിന്റേത് ദേശവിരുദ്ധ ശബ്ദമെന്നാണ് വിമർശനം. സിനിമ റീഎഡിറ്റ് ചെയ്യേണ്ടിയിരുന്നില്ലെന്ന് മന്ത്രി സജി ചെറിയാൻ പ്രതികരിച്ചിട്ടുണ്ട്. എന്നാൽ വിമർശകർ പൃഥ്വിയെ മാത്രം ടാർഗറ്റ് ചെയ്യുകയാണെന്നാണ് മല്ലിക സുകുമാരൻ പറയുന്നത്. ഇതിനെ ചെറുക്കുമെന്നും മല്ലിക സുകുമാരൻ. എമ്പുരാൻ റീസെൻസറിങ്ങിനോട് യോജിക്കാൻ കഴിയില്ലെന്ന് മന്ത്രി സജി ചെറിയാൻ. 17 ഭാഗം വെട്ടിമാറ്റാൻ പാടില്ലായിരുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ നിലപാട്. ധൈര്യപൂർവ്വം സിനിമ പ്രദർശിപ്പിക്കണമെന്നും മന്ത്രി പറഞ്ഞു. കേരളം പോലൊരു സംസ്ഥാനത്താണ് ഇതൊക്കെ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ മറ്റു സംസ്ഥാനത്തെ സ്ഥിതി എന്തായിരിക്കും? ഇവിടെ ആശയങ്ങളാണ് ജനങ്ങൾ കൈമാറുന്നത്. ആ ആശയങ്ങളിൽ ചില കാര്യങ്ങൾ നിയന്ത്രണ വിധേയമാക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ലഹരി, അതുപോലെ തന്നെ അക്രമവാസന, ഇതൊക്കെ സിനിമയിൽ പരമാവധി കുറയ്ക്കുക, ഒഴിവാക്കുക. പക്ഷേ സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയങ്ങൾ ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമായി ഒരു സിനിമ എന്ന നിലയിൽ ഒരു കലാപ്രവർത്തനത്തിൽ കാണിക്കുമ്പോൾ അതിന് അസഹിഷ്ണുതയോടെ കാണേണ്ട കാര്യമില്ല. അപ്പോൾ അസഹിഷ്ണുത ഉള്ളവരാണ് ഇത്തരം കാര്യങ്ങളെ എതിർക്കുന്നത്. ഇതിനു മുമ്പ് ചില സിനിമകൾ ഇറങ്ങിയല്ലോ. അന്ന് ഇടതുപക്ഷ രാഷ്ട്രീയത്തെ അങ്ങേയറ്റം വിമർശിച്ച സിനിമയെപ്പറ്റി ആരും ഒരു അഭിപ്രായ വ്യത്യാസം പറഞ്ഞില്ലല്ലോ, എല്ലാവരും കണ്ടല്ലോ. അപ്പൊ ഇടതുപക്ഷത്തിന്റെ മനസ്സ് ആവിഷ്കാര സ്വാതന്ത്ര്യം ഒപ്പമാണ്. സംഘപരിവാർ ആവിഷ്കാര സ്വാതന്ത്ര്യം ഒപ്പമല്ല. അവര് ഭയപ്പെടുത്തിയും ഭീഷണിപ്പെടുത്തിയും നമ്മുടെ രാജ്യത്തെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ ചോദ്യം ചെയ്യാണ്. സിനിമ കാണില്ല എന്ന നിലപാട് ആവർത്തിക്കുകയാണ് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. മോഹൻലാലിന്റെ കടുത്ത ആരാധകനാണെങ്കിലും സിനിമ കാണില്ലെന്നാണ് അദ്ദേഹം ഇന്നും പറഞ്ഞത്. I have not seen the movie. I have seen the earlier prequel of the movie called Lucifer. That was a very good movie. It was a thriller. I enjoyed the movie. I'm a big fan of Mohanlal. And I had said that I look forward to seeing the sequel. But it is clear, and I have said also, the party's position is very clear. A movie is a movie. Movie is not history. And therefore, everybody has a right, every Malayali has a right to go watch a movie, to criticize it, to like it, to dislike it. വഖഫ് നിയമ ഭേദഗതി ബിൽ ഈ സഭാ സമ്മേളനത്തിൽ തന്നെ കൊണ്ടുവരാൻ കേന്ദ്ര സർക്കാർ. ചൊവ്വാഴ്ച ലോക്സഭയിൽ ബിൽ അവതരിപ്പിക്കാനാണ് ഇപ്പോൾ നീക്കം നടക്കുന്നത്. ബില്ലിനെ കേരളത്തിൽ നിന്നുള്ള MPമാർ പിന്തുണയ്ക്കണമെന്ന KCBCയുടെ നിലപാട് കേന്ദ്ര സർക്കാർ സ്വാഗതം ചെയ്തതോടെ കോൺഗ്രസ് ആണ് പ്രതിരോധത്തിലായിരിക്കുന്നത്. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഈ വർഷം അവസാനം നടക്കാനിരിക്കെ ബിൽ ധൃതി പിടിച്ച് കൊണ്ടുവരേണ്ടെന്ന അഭിപ്രായം NDAയിൽ ഉണ്ട്. വഖഫ് നിയമ ഭേദഗതി ബിൽ നടപ്പു സമ്മേളനത്തിൽ തന്നെ അവതരിപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ചത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ്. ബജറ്റ് സമ്മേളനം അവസാനിക്കാൻ 4 ദിവസം മാത്രം ബാക്കി നിൽക്കെ ബിൽ പാസാക്കിയെടുക്കാനുള്ള നീക്കത്തിലാണ് കേന്ദ്രം. നാളത്തെ അജണ്ടയിൽ ബിൽ ഉൾപ്പെട്ടിട്ടില്ല. മറ്റന്നാൾ ലോക്സഭയിൽ അവതരിപ്പിക്കുമെന്നാണ് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ നൽകുന്ന വിവരം. അതിനിടെ മുനമ്പത്തെ ജനങ്ങൾക്ക് നീതി ലഭിക്കണമെങ്കിൽ വഖഫ് നിയമം ഭേദഗതി ചെയ്യണമെന്നും കേരളത്തിലെ MPമാർ പിന്തുണയ്ക്കണമെന്നുമുള്ള KCBC സർക്കുലർ കേന്ദ്ര സർക്കാർ ആയുധമാക്കുകയാണ്. ധനമന്ത്രി നിർമ്മല സീതാരാമനും പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജുവും KCBC നിലപാടിനെ സ്വാഗതം ചെയ്തു. और वक्फ कानून पास होने के बाद खास करके मुसलमानों में जो गरीब तबके के लोग हैं, महिला हैं, बच्चों हैं, सबके लिए बहुत बड़ा लाभ होने वाला है और देश के लिए भी ये बहुत फायदा वाला कानून है और इसको सब लोग मिलकर के समर्थन करना चाहिए. ബില്ലിനോട് കോൺഗ്രസ് ദേശീയ നേതൃത്വം വിയോജിപ്പ് തുടരുമ്പോൾ ബില്ലിലെ എല്ലാ വ്യവസ്ഥകളും എതിർക്കുന്ന നയം സ്വീകരിക്കേണ്ടതില്ലെന്ന നിലപാട് ചില കോൺഗ്രസ് അംഗങ്ങൾക്കുണ്ട്. KCBC സർക്കുലർ ചർച്ച ചെയ്യണമെന്ന് ഇടുക്കി MP ഡീൻ കുര്യാക്കോസ് ആവശ്യപ്പെട്ടിരുന്നു. ഈ ബില്ല് എങ്ങനെയാണെന്നുള്ളത് സംബന്ധിച്ച് ഇതുവരെ ഒരു കൃത്യമായ രൂപം വന്നിട്ടില്ല. ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിയുടെ റിപ്പോർട്ട് അതിലെ നിർദ്ദേശങ്ങൾ അനുസരിച്ചുള്ള പുതിയ ബില്ലാണ് ഇനി വരാൻ പോകുന്നത്. ആ ബില്ലിലെ വിശദാംശങ്ങൾ അറിഞ്ഞാൽ മാത്രമാണ് നമുക്ക് അതേക്കുറിച്ച് കൃത്യമായിട്ട് പ്രതികരിക്കാൻ പറ്റൂ. അതേസമയം ബില്ലിൽ NDAയിലും BJPയിലും വ്യത്യസ്ത അഭിപ്രായമുണ്ട്. ബീഹാർ തെരഞ്ഞെടുപ്പിന് 6 മാസം മാത്രം ബാക്കി നിൽക്കെ ബിൽ മാറ്റിവെക്കണമെന്നാണ് ആവശ്യം. ബില്ലിനെ പരസ്യമായി എതിർക്കാത്ത JDUവിനും TDPക്കും മേൽ സമ്മർദ്ദം ശക്തമാണ്. വഖഫ് സ്വത്തുക്കളുടെ സംരക്ഷണം ഉറപ്പാക്കുമെന്ന് ആന്ധ്ര മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു മുസ്ലിം സംഘടനകൾക്ക് ഉറപ്പു നൽകിയിട്ടുണ്ട്. നാഷണൽ ഡെസ്ക് ന്യൂസ് 18. പെരുന്നാൾ സന്ദേശത്തിലും വഖഫ് നിയമ ഭേദഗതിയെ രൂക്ഷമായി വിമർശിച്ച് പാളയം ഇമാം ഡോക്ടർ VP സുഹൈബ് മൗലവി. വഖഫ് നിയമ ഭേദഗതി വിശ്വാസത്തിന് എതിരാണെന്നാണ് അദ്ദേഹത്തിന്റെ നിലപാട്. വഖഫ് അള്ളാഹുവിന്റെ ധനമാണ്. വഖഫ് സ്വത്തുക്കൾ കൈകാര്യം ചെയ്യേണ്ടത് വിശ്വാസികളാണ്. ബിൽ പാസായാൽ വഖഫ് സ്വത്തുക്കൾ നഷ്ടപ്പെടുമെന്ന ആശങ്കയും
ഇമാം പങ്കുവയ്ക്കുകയുണ്ടായി. കേന്ദ്ര വഖഫ് കൌൺസിലിലും സംസ്ഥാന വഖഫ് ബോർഡുകളിലും വഖഫ് ട്രൈബ്യൂണലുകളിലും അമുസ്ലിം അംഗങ്ങൾ ഉണ്ടാകണമെന്ന നിബന്ധന വെച്ചിരിക്കുകയാണ് പുതിയ ബില്ലിൽ. സഹോദരങ്ങളെ, വിശ്വാസികളാണ് വഖഫ് സ്വത്തുക്കൾ കൈകാര്യം ചെയ്യേണ്ടതെന്നത് ഖുർആനിന്റെ തത്വമാണ്. ആ തത്വത്തിനെതിരാണ് യഥാർത്ഥത്തിൽ പുതിയ ബില്ലിലെ ഇത്തരം പരാമർശങ്ങൾ എന്ന് പറയുന്നത്. വ്രതശുദ്ധിയുടെ പുണ്യവുമായി സംസ്ഥാനത്ത് ചെറിയ പെരുന്നാൾ ആഘോഷിക്കുകയാണ്. ലഹരിക്കെതിരെ നാടെങ്ങും ഒരുമിക്കുമ്പോൾ ലഹരി വിരുദ്ധ സന്ദേശത്തിന്റെ വേദി കൂടിയായി മാറുകയായിരുന്നു ഇന്നത്തെ ഈദ്ഗാഹുകൾ. വ്രതശുദ്ധിയുടെ ദിനരാത്രങ്ങൾക്ക് ശേഷമെത്തിയ ചെറിയ പെരുന്നാൾ ആഘോഷമാക്കുകയാണ് വിശ്വാസികൾ. പുത്തൻ വസ്ത്രങ്ങൾ അണിഞ്ഞും ഈദ്ഗാഹുകളിൽ പങ്കെടുത്തും മധുരം പങ്കിട്ടും ബന്ധുക്കളെ സന്ദർശിച്ചും സൗഹൃദം പുതുക്കിയും വിപുലമായ ആഘോഷങ്ങളാണ് എല്ലായിടത്തും. ലഹരി വിരുദ്ധ പ്രതിജ്ഞയുടെ വേദി കൂടിയായിരുന്നു ഇത്തവണ ഈദ്ഗാഹുകൾ. ലഹരിക്കെതിരെ സർക്കാരും മാധ്യമങ്ങളും നടത്തുന്ന ക്യാമ്പയിനുകളെ ഇസ്ലാമിക സമൂഹം പിന്തുണയ്ക്കണമെന്ന തിരുവനന്തപുരം പാളയം ഇമാം VP ഷുഹൈബ് മൗലവി ആഹ്വാനം ചെയ്തു. ലഹരി വിരുദ്ധ പ്രചാരണങ്ങളിൽ വിശ്വാസി സമൂഹം മുൻപന്തിയിൽ നിൽക്കണം. ഈ റമളാന്റെ ചൈതന്യം നമ്മിൽ നിലനിൽക്കുന്നുണ്ടെങ്കിൽ ആ ചൈതന്യത്തിൽ നാം മുന്നോട്ട് പോയാൽ ലഹരിയടക്കമുള്ള ഒരു സാമൂഹിക തിന്മയിലും നമ്മൾ അകപ്പെടില്ല എന്ന് മാത്രമല്ല, റമളാനിൽ നാം ആർജിച്ചെടുത്തിട്ടുള്ള ഈ ഊർജം ഉപയോഗിച്ചുകൊണ്ട് ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ, അത്തരം സാമൂഹിക തിന്മകൾക്കെതിരെയുള്ള പോരാട്ടത്തിൽ ശക്തമായിട്ട് അണിചേരാൻ നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. അണിചേരാൻ നമുക്ക് കഴിയുകയും ചെയ്യേണ്ടതുണ്ട്. മലപ്പുറം കോട്ടപ്പടിയിലും മാദിൻ ഗ്രാൻഡ് ജുമാ മസ്ജിദിലും വിപുലമായാണ് ഈദ്ഗാഹ് നടന്നത്. മാദിൻ ഗ്രാൻഡ് ജുമാ മസ്ജിദിൽ ഈദ്ഗാഹിന് ശേഷം SYS ലഹരി വിരുദ്ധ ക്യാമ്പയിനും സംഘടിപ്പിച്ചു. ജനനിര എന്ന് പേരിട്ട ക്യാമ്പയിൻ ഇബ്രാഹിം ഖലീലുൽ ബുഖാരി തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. എറണാകുളത്ത് കലൂർ സ്റ്റേഡിയവും മറൈൻ ഡ്രൈവും കേന്ദ്രീകരിച്ചായിരുന്നു ഈദ്ഗാഹ് നടന്നത്. കലൂരിൽ നടന്ന പെരുന്നാൾ നമസ്കാരത്തിന് സുബൈർ PDAക്കൽ നേതൃത്വം നൽകി. കോഴിക്കോട് ബീച്ചിൽ നടന്ന സംയുക്ത ഈദ്ഗാഹിൽ ആയിരക്കണക്കിന് വിശ്വാസികളാണ് പങ്കെടുത്തത്. കോഴിക്കോട് ഇടിയങ്ങര ശൈഖ് പള്ളിയിൽ ലഹരിക്കെതിരായ പ്രതിജ്ഞ സംസ്ഥാന ജനറൽ സെക്രട്ടറി OP അഷ്റഫ് കുറ്റിക്കടവ് ചൊല്ലിക്കൊടുത്തു. ലഹരി ഉപയോഗിക്കാനോ വിതരണം ചെയ്യാനോ പ്രോത്സാഹിപ്പിക്കാനോ നാം പരിഷ്കൃത മനുഷ്യ സമൂഹം ഒരിക്കലും തയ്യാറല്ല. സംസ്ഥാനത്തെ വിവിധയിടങ്ങളിലും പെരുന്നാൾ നമസ്കാരം നടന്നു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. പെരുന്നാൾ ദിനത്തിൽ ലഹരിക്കെതിരായ സന്ദേശം പകരുകയായിരുന്നു പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളും മുനവർ അലി ശിഹാബ് തങ്ങളും. ഓരോ വീടുകളിലും ലഹരിക്കെതിരായ ഉദ്ബോധനം എത്തിച്ചേരേണ്ടതുണ്ടെന്ന് സാദിഖ് അലി തങ്ങൾ പറഞ്ഞു. ലഹരി പോലെ തന്നെ തിരിച്ചറിഞ്ഞ് നിർമ്മാർജ്ജനം ചെയ്യേണ്ട ഒന്നാണ് വർഗീയതയെന്ന് PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. സാംസ്കാരികപരമായ ഒരു വലിയ അധപ്പതനം ഈ ഒരു ലഹരി ഉപയോഗിച്ചിട്ട് വന്നിരിക്കുന്ന സമയത്ത് അതിനെതിരെ ശക്തമായ പോരാട്ടം നടത്തുക എന്നുള്ളത് സാമൂഹികപരമായ ഉത്തരവാദിത്വം കൂടിയാണ്. ഈ ഒരു പരിശുദ്ധമായ ഈ റമദാൻ മാസത്തിൽ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് അത് തന്നെയായിരുന്നു. എല്ലാ ഇഫ്താർ പാർട്ടികളിലും ഈ ലഹരിക്കെതിരെയുള്ള പോരാട്ടമായിരുന്നു. അത് നമ്മൾ തുടരുക തന്നെ ചെയ്യും. മനുഷ്യൻ്റെ ഏറ്റവും വലിയ ശത്രു ലഹരിയാണ്. അവിടെയാണ് ഉത്ഭവം. അതും ഞങ്ങളൊക്കെ വിശ്വസിക്കുന്നത് മദ്യമായാലും മയക്കുമരുന്നായാലും ഒക്കെ. മദ്യത്തിനും പിന്നെ അളവ് കൂടിയാൽ മനുഷ്യനെ ഏത് ലെവലിലും എത്തിക്കാനുള്ള ഇതുണ്ടല്ലോ. സ്വബോധം പോകുമല്ലോ. സ്വബോധം പോകുന്നതാണ് പ്രശ്നം. ലഹരിക്ക് എതിരായി സമൂഹം ഉറച്ചു നിന്നാൽ തീർച്ചയായും ലഹരി ഇല്ലാതാവും. ഒരു സംശയവും എനിക്ക് കാര്യത്തിലില്ല. വിദ്യാർത്ഥികളെയും യുവാക്കളെയും ഒക്കെയാണല്ലോ ഇത് കൂടുതലായി ബാധിക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ വിചാരിക്കും നമ്മുടെ വീട്ടിലിതില്ലല്ലോ, നമ്മുടെ കുട്ടികളിത് ഉപയോഗിക്കുന്നില്ലല്ലോ എന്നൊക്കെ വിചാരിക്കും. പക്ഷേ പലപ്പോഴും അനുഭവങ്ങളും സംഭവങ്ങളൊക്കെ പുറത്തു വരുമ്പോൾ അങ്ങനെ വിചാരിക്കുന്നവരിൽപ്പെട്ടവരാണ് അതിലേക്ക് പെടുന്നത്. അപ്പോൾ അത് ഇതൊരു സാമൂഹ്യ വിപത്തായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇതിലെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് മഹലും എല്ലാവരും ഇതൊക്കെ എല്ലാവരെയും ബാധിക്കുന്നതാണ് എന്നുള്ള തിരിച്ചറിവോടെ ഒറ്റക്കെട്ടായ രീതിയിൽ ഇതിനൊക്കെ എതിർക്കേണ്ടതുണ്ട്. ഇത്തവണത്തെ ചെറിയ പെരുന്നാൾ ദിനത്തിൽ മാതൃകയാവുകയാണ് കോഴിക്കോട് കിനാശ്ശേരി ഹൈസ്കൂൾ ഗ്രൗണ്ടിലെ ഈദ്ഗാഹ്. ക്ഷേത്രോത്സവം നടക്കുന്ന അതേ വേദിയിലാണ് പെരുന്നാൾ നമസ്കാരത്തിനുള്ള സൗകര്യവും ഒരുക്കിയിരുന്നത്. പള്ളിയാറയ്ക്കൽ ദുർഗാ ഭഗവതി ക്ഷേത്രത്തിന് തൊട്ടടുത്താണ് കിനാശ്ശേരി ഹൈസ്കൂൾ ഗ്രൗണ്ട്. 10 നാൾ നീണ്ടു നിൽക്കുന്ന ഉത്സവത്തിനായി മാസങ്ങൾക്ക് മുമ്പേ സ്കൂൾ ഗ്രൗണ്ട് ക്ഷേത്ര കമ്മിറ്റി ബുക്ക് ചെയ്തു. ഇതിനിടയിലാണ് ഈദ്ഗാഹ് എത്തിയത്.
ഇതേ ഗ്രൗണ്ടിലാണ് വർഷങ്ങളായി ഈദ്ഗാഹും നടന്നുവരുന്നത്. ഉത്സവവും പെരുന്നാൾ നമസ്കാരവും 2 സമയത്തായി നടന്നു വന്നതിനാൽ പരസ്പരം വേദിയെക്കുറിച്ച് ആലോചിക്കേണ്ട ആവശ്യം 2 സംഘാടകർക്കും വന്നിട്ടില്ല. ഈദ്ഗാഹ് ഇത്തവണ വന്നപ്പോൾ ഈ ക്ഷേത്ര ഉത്സവവും ഈദ്ഗാഹയും ഒക്കെ ഒന്നിച്ച് വന്നപ്പോൾ ഇതെന്ത് ചെയ്യണമെന്നൊരു ആശയക്കുഴപ്പം പെട്ടെന്ന് ഈ ഈദ്ഗാഹ സംഘാടകരിൽ ഉണ്ടായി. ഈ ഗ്രൗണ്ട് വിട്ടുകൊടുക്കുന്നതിന് മറ്റൊരു കാര്യം പോലും ആലോചിക്കേണ്ട സാഹചര്യമുണ്ടായില്ല. തുറന്ന മനസ്സോടുകൂടി അമ്പല കമ്മിറ്റിക്കാർ തന്നെയാണ് ഈ ഉത്സവത്തിനായി മാറ്റിവെച്ചിരിക്കുന്ന സ്ഥലത്ത് ഇത്തവണ ഈദ്ഗാഹ് എല്ലാവരും കൂടിച്ചേർന്നുള്ള പ്രാർത്ഥനകൾ നടത്തണമെന്ന ആവശ്യം ഉന്നയിച്ചത്. ഉത്സവവേദിയിൽ തന്നെ ഈദ്ഗാഹ് നടത്തണമെന്ന് ആദ്യം പറഞ്ഞത് അമ്പല കമ്മിറ്റിക്കാരാണ്. അമ്പല കമ്മിറ്റി തന്നെ നേരിട്ട് ഇങ്ങോട്ട് വിളിച്ചു പറഞ്ഞിട്ടാണ് നിങ്ങൾ ഇവിടെ തന്നെ ഈദ്ഗാഹ് നടത്തണം എന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങനെ ഒരു ലെവലിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം ഇന്നത്തെ ഒരു കാലഘട്ടം എന്ന് പറയുമ്പോൾ മതത്തിന്റെയും ജാതിന്റെയും ഒക്കെ പേരിൽ തമ്മിൽ പോരടിക്കുന്ന ഒരു സമയത്ത് ഇത്രയും വലിയൊരു കൂട്ടായ്മ, ഒരു മതസൗഹാർദ്ദ കൂട്ടായ്മ എന്നതിന് പറയാം. അപ്പോൾ ഇതിന് നേതൃത്വം നൽകിയിട്ടുള്ള നമ്മളെ ഈ ഒരു മഹലിലുള്ള കമ്മിറ്റി, അതേപോലെ അമ്പലത്തിന്റെ കമ്മിറ്റി, അവരെ പ്രത്യേകം നമ്മൾ അഭിനന്ദിക്കേണ്ടതുണ്ട്. കാരണം ഞാൻ പറഞ്ഞ ഇന്നലെ രാത്രി 12:30 പ്രോഗ്രാമായിരുന്നു, ഫുള്ള് ജനമായിരുന്നു. അതിന്റെ ഇടയ്ക്ക് ഇതൊക്കെ കഴിഞ്ഞ് എല്ലാവരും കൂടെ ചേർന്നിട്ടാണ് ഇങ്ങനെ ഒരു അറേഞ്ച്മെന്റ്സ് ഇവിടെ ചെയ്തിട്ടുള്ളത്. രാത്രി വൈകി അവസാനിച്ച ഗാനമേളയ്ക്ക് ശേഷം ഈദ്ഗാഹിനായി വേദിയൊരുക്കാൻ ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളും ഒപ്പം നിന്നു. ഗ്രൗണ്ട് എടുത്തെങ്കിലും കൂടി ഞങ്ങളിത് ചെയ്യുന്നത് ഞങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ടാ. പോലീസ് തന്നെ നമ്മൾ ചോദിച്ചപ്പോൾ നിങ്ങൾക്ക് എന്താന്ന് ചോദിച്ചു. ഞങ്ങളെ പറ്റി ഒരു പ്രശ്നമാക്കണ്ട, ഞങ്ങൾ ഏറ്റെടുക്കും, നിങ്ങൾ ആരും കൂടി വരണ്ട, അത് ഞങ്ങൾ ഇന്ന് ചെയ്തോളെന്നാ പറഞ്ഞത്. പിന്നെ ഞങ്ങൾ അന്നദാനങ്ങളൊക്കെ ഇവിടെ ഇന്ന് മുതൽ അന്നദാനങ്ങൾ തുടങ്ങുകയാണ്. അപ്പം ഇവിടെ അന്നദാനം കഴിക്കാൻ വരുന്നതും ഞങ്ങൾ അങ്ങനെ തന്നെ ഒരു കുടുംബമാരിയാണ് ഞങ്ങൾ ജീവിക്കുന്നത് ഇവിടെ. അതുകൊണ്ട് നമ്മളെ പ്രദേശത്തിനെ പറ്റി നിങ്ങൾ യാതൊരു വ്യാപപ്പെടേണ്ട, അത്രയും സുന്ദരമായിട്ടാണ് ഞങ്ങൾ പോണത്. കിണാശ്ശേരിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതാണ്. നേരത്തെ നടന്ന ഇഫ്താർ സംഗമത്തിലും ക്ഷേത്ര ഭാരവാഹികൾ ഒന്നടങ്കം പങ്കെടുത്തിരുന്നു. ക്ഷേത്രത്തിലെ അന്നദാനത്തിൽ മഹല്ല് ഭാരവാഹികളും പങ്കെടുക്കും. MS അനീഷ് കുമാർ, ന്യൂസ് 18 കോഴിക്കോട്. കേന്ദ്ര സർക്കാരിനെ വീണ്ടും പ്രശംസിച്ച് മുതിർന്ന കോൺഗ്രസ് നേതാവ് ശശി തരൂർ MP. കോവിഡ് കാലത്തെ വാക്സിൻ നയം ലോക നേതൃപദവിയിലേക്ക് ഇന്ത്യയെ ഉയർത്തിയെന്നാണ് തരൂരിന്റെ പ്രശംസ. നിർണായകമായ സമയത്ത് മറ്റ് ലോകരാഷ്ട്രങ്ങൾ ചെയ്യാത്ത നിലയിൽ 100-ലധികം രാജ്യങ്ങൾക്ക് ഇന്ത്യ വാക്സിൻ നൽകി, സഹായഹസ്തം നീട്ടി. ഇതിലൂടെ ലോകരാജ്യങ്ങൾക്ക് ഇന്ത്യ വിശ്വസ്ത സുഹൃത്തായി മാറിയെന്നും കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗമായ ശശി തരൂരിന്റെ പ്രശംസ. ദ വീക്കിൽ പ്രസിദ്ധീകരിച്ച ലേഖനത്തിലാണ് ഈ പ്രശംസയുള്ളത്. തരൂരിന്റെ നിലപാട് BJP സ്വാഗതം ചെയ്തു. ഈ അഭിപ്രായ പ്രകടനത്തിന്റെ പേരിൽ ശശി തരൂരിനെ കോൺഗ്രസ് പുറത്താക്കില്ലെന്ന് കരുതാമെന്ന് BJP വക്താവ് ഷഹസാദ് പൂനെവാലെ പ്രതികരിച്ചു. മലപ്പുറം കോട്ടയ്ക്കലിൽ ബൈക്ക് നിയന്ത്രണം വിട്ട് കിണറ്റിൽ വീണ് അച്ഛനും മകനും മരിച്ചു. കുന്നത്തുപടിയിൽ ഹുസൈൻ, മകൻ ഹാരിസ് ബാബു എന്നിവരാണ് മരിച്ചത്. മറാക്കരയിലായിരുന്നു അപകടം. മലപ്പുറം, തിരൂർ എന്നിവിടങ്ങളിൽ നിന്നുള്ള ഫയർഫോഴ്സ് എത്തിയാണ് ഇരുവരെയും പുറത്തെടുത്തത്. വർക്കലയിൽ ഉത്സവം കണ്ട് മടങ്ങിയവരുടെ ഇടയിലേക്ക് റിക്കവറി വാഹനം ഇടിച്ചു കയറി അമ്മയും മകളും മരിച്ചു. പേരേറ്റ് സ്വദേശിനി രോഹിണി, മകൾ അഖില എന്നിവരാണ് മരിച്ചത്. 5 പേർക്ക് പരുക്കേറ്റു. അമിത വേഗത്തിൽ വന്ന വാഹനം സ്കൂട്ടറിൽ ഇടിച്ച ശേഷം റോഡിലൂടെ നടന്നു പോവുകയായിരുന്നവരെ ഇടിക്കുകയായിരുന്നു. പാലക്കാട് തച്ചമ്പാറയിൽ അപകടത്തിൽ ആശുപത്രി ജീവനക്കാരിക്ക് ദാരുണാന്ത്യം. തച്ചമ്പാറ ചൂഴിയോട് സ്വദേശി ശാന്തയാണ് മരിച്ചത്. ഇസാഫ് ആശുപത്രിയിലെ ജീവനക്കാരിയായിരുന്നു. ഭർത്താവിനൊപ്പം ബൈക്കിൽ സഞ്ചരിക്കവേ ലോറി ഇടിക്കുകയായിരുന്നു. റോഡിൽ വീണ ശാന്തയുടെ തലയിലൂടെ ലോറി കയറിയിറങ്ങി. കൊട്ടാരക്കരയിൽ പിക്കപ്പ് വാഹനം നിയന്ത്രണം തെറ്റി മറിഞ്ഞ് ഡ്രൈവർ ഉൾപ്പെടെ 3 പേർക്ക് പരുക്കേറ്റു. പുലർച്ചെ 4:30-ക്കായിരുന്നു അപകടം. പുനലൂർ ഭാഗത്തേക്ക് പോയ വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. റോഡരികിൽ പാർക്ക് ചെയ്തിരുന്ന 2 കാറുകൾക്ക് കേടുപാടുകൾ പറ്റി. പിക്കപ്പ് വാഹനം അമിത വേഗത്തിലായിരുന്നുവെന്നാണ് നാട്ടുകാർ പറയുന്നത്. മംഗലാപുരത്ത് സ്വകാര്യ ധനകാര്യ സ്ഥാപനം കൊള്ളയടിക്കാൻ ശ്രമിച്ച 2 മലയാളികൾ പിടിയിലായി. ഇടുക്കി സ്വദേശി മുരളി, കാഞ്ഞങ്ങാട് സ്വദേശി ഹർഷാദ് എന്നിവരാണ് പിടിയിലായത്. സംഘത്തിലെ 3-മനായി അന്വേഷണം തുടരുകയാണ്. മംഗളൂരു ദർലക്കട്ട ജംഗ്ഷനിലെ വാണിജ്യ കോംപ്ലക്സിൽ 2ാം നിലയിൽ പ്രവർത്തിക്കുന്ന മുത്തൂറ്റ് ബ്രാഞ്ചിലാണ് കവർച്ചാശ്രമം. ധനകാര്യ സ്ഥാപനത്തിന്റെ വാതിൽ ഡ്രില്ലിംഗ് മെഷീൻ ഉപയോഗിച്ച് തുറന്നു കയറാൻ ശ്രമിക്കുന്നതിനിടെയാണ് പ്രതികൾ പിടിയിലായത്. ഗ്യാസ് കട്ടർ ഉപയോഗിച്ച് പൂട്ടുമുറിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ സൈറൺ മുഴങ്ങുകയായിരുന്നു. സ്ഥാപനത്തിന്റെ കൺട്രോൾ റൂമിലേക്ക് സന്ദേശവും പോയി. തുടർന്ന് കമ്പനി അധികൃതർ വിവരം പോലീസിനെ അറിയിച്ചു. ഇതിനിടയിൽ സൈറൺ മുഴങ്ങുന്നത് കേട്ട് ഓടിയെത്തിയ നാട്ടുകാർ കെട്ടിടം വളഞ്ഞ് ഇരുവരെയും അകത്ത് പൂട്ടിയിട്ടു. ഇടുക്കി രാജമുടി സ്വദേശി മുരളി, കാഞ്ഞങ്ങാട് അനത്തിലെ അർഷാദ് എന്നിവരാണ് പിടിയിലായത്. സ്ഥലത്ത് നിന്ന് രക്ഷപ്പെട്ട കാസർഗോഡ് സ്വദേശി അബ്ദുൽ സലാമിനെ കണ്ടെത്താൻ
അന്വേഷണം ഊർജിതമാക്കി. വെള്ളിയാഴ്ച മംഗളൂരുവിലെത്തിയ പ്രതികൾ പകൽ മുഴുവൻ സ്ഥാപനത്തിന് സമീപം തമ്പടിച്ച് ഞായറാഴ്ച പുലർച്ചെയാണ് കവർച്ചയ്ക്ക് പദ്ധതിയിട്ടത്. അറസ്റ്റിലായ രണ്ടുപേരും കേരളത്തിൽ ബാങ്ക് കവർച്ചയിൽ നേരത്തെ അറസ്റ്റിലായവരാണെന്ന് പോലീസ് പറഞ്ഞു. വിവരമറിഞ്ഞ് ASP ധന്യ നായക്, കൊണേജ ഇൻസ്പെക്ടർ രാജേന്ദ്രൻ എന്നിവർ ധനകാര്യ സ്ഥാപനത്തിലെത്തി വിശദമായ പരിശോധന നടത്തി. കഴിഞ്ഞ ജനുവരി 17-നാണ് മംഗളൂരുവിലെ ഉള്ളാൾ കോട്ടേക്കാർ സഹകരണ ബാങ്കിൽ തോക്കുചൂണ്ടി ജീവനക്കാരെ ബന്ദികളാക്കി 12 കോടിയോളം രൂപ കവർന്നത്. ഇതേ തുടർന്ന് മംഗളൂരു നഗരത്തിൽ പോലീസ് നിരീക്ഷണം ശക്തമാക്കിയിരുന്നു. ഇതിനിടയിലാണ് വീണ്ടും ധനകാര്യ സ്ഥാപനം കേന്ദ്രീകരിച്ച് കവർച്ചാ ശ്രമം ഉണ്ടായത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. കൂടുതൽ ചോദ്യം ചെയ്യുന്നതിനായി പ്രതികളെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് പോലീസ് കോടതിയിൽ അപേക്ഷ സമർപ്പിക്കും. തലപ്പാടി അതിർത്തിയിൽ പരിശോധനയും കർശനമാക്കിയിട്ടുണ്ട്. ന്യൂസ് 18 മംഗളൂരു. കോടതിയുടെ സംരക്ഷണ ഉത്തരവ് നിലനിൽക്കെയാണ് ഏറ്റുമാനൂരിലെ 47-കാരിയെ ഭർത്താവും ഭർത്തൃമാതാവും ക്രൂരമായി പീഡിപ്പിച്ചതെന്ന് പോലീസ്. ഭർത്താവ് ജോമോൻ 2 തവണ കോടതി ഉത്തരവ് ലംഘിച്ച് അക്രമം നടത്തിയതായാണ് FIR. കോടതിയിൽ നൽകേണ്ട നിർണായക തെളിവായ മൊബൈൽ ഫോണും ജോമോൻ തകർത്തു. കോടതിയുടെ സംരക്ഷണ ഉത്തരവിൽ കഴിയുന്ന വീട്ടമ്മ ആക്രമിക്കപ്പെടുന്നു. ഏറ്റുമാനൂരിലെ വീട്ടമ്മയ്ക്ക് നേരെ നടന്ന അക്രമത്തിൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവന്നത്. 2 തവണയാണ് കോടതി ഉത്തരവ് ലംഘിച്ചുകൊണ്ട് ജോമോൻ വീട്ടിലെത്തി വീട്ടമ്മയെ ആക്രമിച്ചത്. ജനുവരി 25-ന് മുഖത്തടിച്ച് പരിക്കേൽപ്പിച്ചു. മാർച്ച് 15-ന് വൈദ്യുതി വിച്ഛേദിച്ചത് തടയാൻ ശ്രമിച്ചപ്പോൾ അലൂമിനിയം ഏണി കൊണ്ട് കുത്തിയതായും ഏറ്റുമാനൂർ പോലീസിന്റെ FIR-ൽ വ്യക്തമാക്കുന്നു. മാത്രമല്ല, കോടതിയിൽ സമർപ്പിക്കേണ്ട ദൃശ്യങ്ങൾ ഉൾപ്പെടെയുള്ള നിർണായക തെളിവുകൾ അടങ്ങിയ മൊബൈൽ ഫോൺ ഭർത്താവ് ജോമോൻ തകർത്തു. കേസിൽ ജോമോനെ അറസ്റ്റ് ചെയ്തെങ്കിലും വേഗത്തിൽ ജാമ്യം ലഭിച്ച് പുറത്തു പോവുകയായിരുന്നു. 19-കാരിയായ സ്വന്തം മകളെ അടക്കം ആക്രമിച്ചിട്ടും പ്രതി സ്വൈര്യവിഹാരം തുടർന്നു. ജോമോൻ പ്രവേശിക്കരുത് എന്ന് കോടതി നിർദ്ദേശിച്ച വീട്ടിലെത്തിയാണ് അക്രമങ്ങൾ അത്രയും. പോലീസ് കേസും കോടതിയുമായി മാസങ്ങൾ കയറിയിറങ്ങിയിട്ടും നീതി മാത്രം അകലെയാണ് ഈ വീട്ടമ്മയ്ക്ക്. ജി ശ്രീജിത്ത്, ന്യൂസ് 18 കോട്ടയം. തിരുവനന്തപുരം വിമാനത്താവളത്തിലെ IB ഉദ്യോഗസ്ഥ മേഘയുടെ ആത്മഹത്യയിൽ സുഹൃത്തായ IB ഉദ്യോഗസ്ഥൻ ഒളിവിൽ. സുകാന്തിന്റെ കുടുംബാംഗങ്ങളെ അടക്കം ബന്ധപ്പെടാൻ കഴിയുന്നില്ലെന്നാണ് പോലീസ് പറയുന്നത്. മേഘയുടെ അക്കൗണ്ടിൽ നിന്ന് പണം പലപ്പോഴായി യുവാവിന്റെ അക്കൗണ്ടിലേക്ക് മാറ്റിയതായും പോലീസ് സ്ഥിരീകരിച്ചു. IB ഉദ്യോഗസ്ഥയായ മേഘ ട്രെയിനിനു മുന്നിൽ ചാടി ജീവനൊടുക്കി ദിവസങ്ങൾ പിന്നിടുമ്പോഴും ആരോപണ വിധേയനായ സുഹൃത്ത് ഒളിവിൽ തന്നെയാണ്. മലപ്പുറം സ്വദേശി സുകാന്തിനെ തേടി പോലീസ് എത്തിയെങ്കിലും വീട് പൂട്ടിക്കിടക്കുകയാണ്. കുടുംബാംഗങ്ങളെയും ബന്ധപ്പെടാനായില്ലെന്നാണ് പോലീസ് പറയുന്നത്. മേഘയുടെ അക്കൗണ്ടിൽ നിന്ന് ഇയാളുടെ അക്കൗണ്ടിലേക്ക് പലതവണ പണം എത്തിയിരുന്നതായി അന്വേഷണ സംഘം സ്ഥിരീകരിച്ചു. ഇയാൾ മുൻകൂർ ജാമ്യത്തിന് ശ്രമം തുടങ്ങിയതായാണ് വിവരം. സുകാന്തിന്റെ വിവരങ്ങൾ തേടി പോലീസ് IBക്ക് കത്ത് നൽകും. കൊച്ചി വിമാനത്താവളത്തിലെ ഉദ്യോഗസ്ഥൻ കൂടിയായ ഇയാളുടെ അവധിയടക്കമുള്ള വിവരങ്ങളാണ് തേടുക. ആത്മഹത്യാ പ്രേരണാ കുറ്റം തെളിഞ്ഞാൽ അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് നീങ്ങും. വിവാഹത്തിന് താൽപര്യമില്ലെന്ന് സുകാന്ത് അറിയിച്ചതോടെയാണ് പേട്ടയിൽ ട്രെയിനിനു മുന്നിൽ ചാടി മേഘ ജീവനൊടുക്കിയത്. ന്യൂസ് 18 തിരുവനന്തപുരം. കണ്ണൂരിൽ ക്ഷേത്രോത്സവത്തിനിടെ കൊലക്കേസ് പ്രതികളുടെ ചിത്രങ്ങളുമായി CPM പ്രവർത്തകരുടെ ആഘോഷം. കണ്ണൂർ പറമ്പായി കുട്ടിച്ചാത്തൻ മഠം ഉത്സവത്തിന്റെ ഭാഗമായാണ് കലശ ഘോഷയാത്ര നടന്നത്. ഈ ഘോഷയാത്രയിലാണ് മുഴപ്പിലങ്ങാട് സൂരജ് വധക്കേസിലെ പ്രതികളുടെ ചിത്രമുള്ള കൊടികൾ ഉയർത്തിയത്. तांबड़ी चमकते हो ना। റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ വാഹനം തീപിടിച്ച സംഭവത്തിൽ യുക്രൈന്റെ ഇടപെടൽ സംശയിച്ച് റഷ്യ. അടുത്തിടെ പുടിനെക്കുറിച്ച് വ്ളാഡിമിർ സെലൻസ്കി നടത്തിയ പരാമർശം വലിയ വിവാദമായിരുന്നു. പുടിന്റെ മരണം ഉടൻ സംഭവിക്കുമെന്ന ഈ പരാമർശത്തെയാണ് റഷ്യ സംശയിക്കുന്നത്. ട്രംപും സെലൻസ്കിയും തമ്മിലുള്ള ശീതയുദ്ധം സമാധാന ചർച്ചകളെയും തടസ്സപ്പെടുത്തിയിരിക്കുകയാണ്. റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ശ്രമങ്ങൾ കാര്യമായി മുന്നോട്ടു പോകാത്ത അവസ്ഥയിലാണ്. ട്രംപും സെലൻസ്കിയും തമ്മിലുള്ള ശീതയുദ്ധം തുടരുന്നതാണ് ചർച്ചകളെ പിന്നോട്ട് വലിക്കുന്നത്. ഇതിനിടെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ വാഹനത്തിന് തീപിടിച്ചതായി റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. മോസ്കോയിലെ FSB ഹെഡ്ക്വാർട്ടേഴ്സിന് സമീപം വെള്ളിയാഴ്ചയാണ് അപകടമുണ്ടായത്. പുടിന്റെ ഔറസ് സെനറ്റ് ലിമോസിൻ എന്ന ആഡംബര വാഹനം പൊട്ടിത്തെറിക്കുകയും പിന്നാലെ തീപിടിക്കുകയുമായിരുന്നുവെന്നാണ് വിവിധ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്.
സുരക്ഷാ സംവിധാനങ്ങളുള്ള കാർ അപകടത്തിൽപ്പെട്ടത് സംബന്ധിച്ച് ദുരൂഹത നിലനിൽക്കുന്നുണ്ട്. മാത്രമല്ല, ഇത് റഷ്യൻ പ്രസിഡന്റിന് നേരെയുണ്ടായ വധശ്രമമാണെന്ന സംശയത്തിലാണ് റഷ്യൻ അധികൃതർ. വ്ളാഡിമിർ സെലൻസ്കി പുടിനുമായി ബന്ധപ്പെട്ട് നടത്തിയ ഒരു പരാമർശമാണ് റഷ്യയെ ചൊടിപ്പിച്ചത്. പുടിന്റെ മരണം ഉടൻ സംഭവിക്കുമെന്നും റഷ്യ യുക്രൈൻ യുദ്ധം അങ്ങനെ മാത്രമേ അവസാനിക്കുകയുള്ളൂവെന്നും സെലൻസ്കി പറഞ്ഞതായി കീവ് ഇൻഡിപെൻഡന്റ് റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇത് ആയുധമാക്കിയാണ് റഷ്യ സെലൻസ്കിയെ സംശയിക്കുന്നത്. ഇതിനിടെ പുടിന് ശക്തമായ താക്കീതുമായി ട്രംപ് രംഗത്ത് വന്നു. യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങൾക്ക് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ തടസ്സം നിന്നാൽ റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതിക്ക് 20 മുതൽ 50% വരെ അധിക നികുതി ചുമത്തുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഭീഷണി മുഴക്കി. സമാധാന ശ്രമങ്ങൾക്കിടെ യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുടെ നേതൃത്വത്തെ പുടിൻ ചോദ്യം ചെയ്തതിലുള്ള അമർഷവും ടെലിവിഷൻ ചാനലിന് നൽകിയ പ്രതികരണത്തിൽ ട്രംപ് അറിയിച്ചു. എന്നാൽ ഇതിനോട് റഷ്യ പ്രതികരിച്ചിട്ടില്ല. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് 18. ഇടവേളയ്ക്ക് ശേഷം സകലമാന കേരളം ആര്യ ചേരും.